പുറത്ത് നല്ല മഴ, അകത്ത് കറണ്ടുമില്ല. അപ്പോൾ ഈ തിരിയൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിരിക്കാൻ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ഉണ്ടല്ലേ? ഇതിൻ്റെ സ്ഥാനത്ത് ഈ ചില്ലുവിളക്കായിരുന്നെ കുറച്ചുകൂടി ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ വന്നേനെ. അതൊരു രസം തന്നെയാണ്. പക്ഷേ 3 ദിവസമായി ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഫോണിന് ചാർജില്ല, എമർജൻസി ലാമ്പുകൾക്കൊന്നും ചാർജില്ല. ഇതെല്ലാം പയ്യെ പയ്യെ തീർന്നു തുടങ്ങി. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട KCB, ഞങ്ങളെ ഒന്ന് പരിഗണിക്കുക, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് എപ്പിസോഡിലോട്ട് വരാം. 1990-കൾക്കും 95-നും ഇടയിലുള്ളൊരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്ന ഒരു സിനിമയുണ്ട്. ശ്രീനാഥ് ഭാസിയെ നായകനാക്കി 2022 പുറത്തിറങ്ങിയ ചട്ടമ്പി എന്ന സിനിമ. നമ്മുടെയൊക്കെ നാട്ടിൽ ചട്ടമ്പികളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഗുണ്ടകളുണ്ടായിരുന്നു എന്നുള്ളൊരു കഥകൾ നമ്മൾ പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ട്. അയാൾ ഭയങ്കര ചട്ടമ്പിയായിരുന്നു. പണ്ട് കാലത്ത് അയാൾ 2 പേരെ കുത്തിക്കൊന്നു, 2-3 കേസിലെ പ്രതിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട് പലരെയും കുറിച്ചിട്ട്. ഈ ചട്ടമ്പിമാരുടെ ക്യാരക്ടർ ഇംപ്രവൈസേഷൻ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല സിനിമകളിലും അതൊരു കോമഡി കഥാപാത്രങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് പെട്ടെന്നൊരു കഥാപാത്രത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ കീലേരി അച്ചു, അതുപോലെ വെട്ടിച്ചിറ ഡയമണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചട്ടമ്പിമാരുണ്ട്. ഒരു കത്തിയും വെച്ചിട്ട് പേടിച്ച് നിൽക്കുന്ന കുറച്ച് ചട്ടമ്പിമാരുടെ ഒരു കോമഡി കഥാപാത്രങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. പക്ഷേ 2022 പുറത്തിറങ്ങിയ ചട്ടമ്പി എന്ന സിനിമ ശരിക്കുമുള്ള ഒരു ചട്ടമ്പിയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് കാണിച്ചു തന്ന ഒരു സിനിമയായിരുന്നു. ഇതിനകത്ത് 3 പേര് അടങ്ങുന്ന ഒരു സംഘം. അതിൽ ഈ ചട്ടമ്പിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ശ്രീനാഥ് ഭാസിയാണ്. ശ്രീനാഥ് ഭാസിയുടെ ക്യാരക്ടറിൻ്റെ പേര് കറിയ എന്നാണ്. അപ്പോൾ ഈ കറിയ ചട്ടമ്പി നാട്ടിലെല്ലാവരെയും പേടിപ്പിച്ച് നിർത്തുന്ന, കറിയ ചട്ടമ്പിയുടെ ബലത്തിൽ വിലസുന്ന മുട്ടാറ്റിൽ ജോൺ എന്ന് പറയുന്ന മുതലാളി. അങ്ങനെ ഈ ഒരു കഥാപാത്രം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1990-നും 95-കൾക്കും ഇടയിലുള്ളൊരു കാലഘട്ടത്തെയാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ആ ഒരു കാലഘട്ടത്തിലെ ഇടുക്കി ജില്ലയിലെ കൂട്ടാർ എന്ന് പറയുന്ന സ്ഥലം, കട്ടപ്പനയ്ക്കടുത്തുള്ള ഒരു സ്ഥലമാണ് കൂട്ടാർ. അപ്പോൾ അവിടുത്തെ ഒരു പൗരപ്രമാണിയായിട്ടുള്ള ഒരാളുണ്ട്, ജോൺ, മുട്ടാറ്റിൽ ജോൺ എന്നാണ് പേര്. ജോണിൻ്റെ ശിങ്കിടികളായ ബേബിയും കറിയയും. ഇവർ പലിശയ്ക്ക് പണം കൊടുക്കലും അതുപോലെ പലിശ പിരിക്കാൻ പോകുന്ന 2 പേരാണ് ബേബിയും കറിയയും. അപ്പം ബേബി കുറച്ചുകൂടെ ഒരു ഫാമിലിയൊക്കെ ഉള്ള ഒരാളാണ്. അയാൾക്കൊരു മകനുണ്ട്, മകന് ക്യാൻസറാണ് ഇതിനകത്ത്. അപ്പം അങ്ങനെ മകനെ വളർത്താനൊക്കെ കഷ്ടപ്പെടുന്ന ഒരു ആളാണ് ബേബി. കറിയ അങ്ങനെയല്ല. കറിയ ചെറുപ്പം മുതലേ തൻ്റെ ജീവിതം ഭയങ്കര അരോചകത്തിലൂടെ കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഏതാണ്ട് 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അയാളുടെ ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവർ ഈ കറിയായെ പേടിച്ചിട്ടാണ് പലരും ജോണിനോട് എതിർക്കാൻ വരാത്തതും. ജോണിൻ്റെ ബലം തന്നെ ഈ ഒരു കറിയ എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഇവർ ഇടയ്ക്ക് വെച്ച് ചില ഉരസലുകളൊക്കെ സംഭവിക്കുന്നു. കറിയയെ പലയിടത്തും ജോണ് താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയും അതുപോലെ തന്നെ ഒന്ന് പുച്ഛിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കറിയയ്ക്ക് അത് വല്ലാതൊരു വേദനയായി മാറുന്നുണ്ട്. ഇങ്ങനെ ഇവർ തമ്മിൽ ഒരു ദിവസം വഴക്കാകുന്നു. ഈ വഴക്കിനിടയിൽ ബേബി പിടിച്ചു മാറ്റാൻ വരുന്നു. കറിയയുടെ കയ്യിലിരുന്ന കത്തിയുടെ കുത്തേറ്റ് ബേബി കൊല്ലപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ബേബിയുടെ മരണശേഷം ബേബിയുടെ വീട്ടുകാരെല്ലാം കൂടെ കറിയയെ അന്വേഷിച്ച് നടക്കുകയാണ്, എവിടെ പോയി എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പം ഇതിനിടയ്ക്ക് ജോണിനെ വകവരുത്താനും കറിയ നടക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇവരെ 2 പേരെയും കൊന്നതിന് ശേഷം തനിക്കൊന്ന് സമാധാനമായിട്ട് ജീവിക്കണം എന്ന് അങ്ങനെ ഒരു മണ്ടൻ തീരുമാനം എടുക്കുന്ന ഒരു ചട്ടമ്പിയായിട്ട് ആണ് ഇതിൽ കറിയെ നമുക്ക് കാണാൻ സാധിക്കുക. ഇതിനകത്ത് മറ്റൊരു കഥാപാത്രമുണ്ട്, രാജി എന്ന് പറയുന്നൊരു കഥാപാത്രം. ജോണിൻ്റെ ശിങ്കിടിയായിട്ടുള്ള ജോണിൻ്റെ അവിഹിത ബന്ധത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഈ രാജി എന്ന് പറയുന്ന സ്ത്രീ. അപ്പോൾ ഈ രാജിയും ജോണും തമ്മിലുള്ള അവിഹിത ബന്ധം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സിസിലി എന്ന കഥാപാത്രം, ജോണിൻ്റെ ഭാര്യ, ആ ഒരു വേഷം ചെയ്തിരിക്കുന്നത് ഗ്രേസ് ആൻ്റണിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും ഇതിനെല്ലാം കാരണക്കാരൻ കറിയയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരികയും പിന്നീട് കറിയയെ മറ്റൊരാളെ വെച്ച് കൊല്ലിക്കുകയും ചെയ്യുകയാണ് ശരിക്കും സിസിലി ചെയ്യുന്നത്. അങ്ങനെ കറിയയും കൊല്ലപ്പെടുന്നു. കറിയയുടെ മരണശേഷം സിസിലി ഒരു 2 വള കൊണ്ട്
കറിയയുടെ അമ്മയുടെ കൊണ്ട് കൊടുക്കുകയാണ്. എന്താവശ്യം വന്നാലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുകയാണ്. അവിടെ വെച്ച് സിനിമ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ സിനിമയുടെ കഥ ഡോൺ പാലത്തറയുടെയാണ്. ഈ സിനിമയുടെ ഛായാഗ്രഹം കൂടിയായിട്ടുള്ള അലക്സ് ജോസഫും ഡോൺ പാലത്തറയും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു 90-95 കാലഘട്ടം എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിൽ പല പല ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുപോലെ ഈ ചാരായ നിരോധന നിയമമൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടമാണ്. അപ്പം ഇവരൊന്നിച്ചിരുന്ന് ഈ മദ്യപിക്കുന്നതും ഒക്കെ, അതായത് ചാരായമാണ് ഇവർ കഴിക്കുന്നത്. അപ്പം ഈ ചാരായത്തിൻ്റെയും അതുപോലെ കഞ്ചാവ് ബീഡിയുടെയും ഒക്കെ കാര്യങ്ങൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സിനിമയിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു ചട്ടമ്പി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ബോഡി ഷേപ്പോ അതല്ലെങ്കിൽ അയാൾക്ക് ഭയങ്കര കായിക അഭ്യാസമുള്ള അറിയാവുന്ന ആളോ ഒന്നുമല്ല. സാധാരണ എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തുന്ന ഭയങ്കര കുറച്ചുകൂടെ ദേഷ്യക്കാരനായിട്ടുള്ള കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചട്ടമ്പിയെ അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ എഴുതി പിടിപ്പിച്ച് വെച്ചേക്കുന്ന ചട്ടമ്പി ശരിക്കും പറഞ്ഞാൽ ശ്രീനാഥ് ഭാസി അല്ലാതെ മറ്റൊരാളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളെ എടുത്തു നോക്കിയാൽ നമുക്ക് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ ആളുകളുടെ ഒരു അരാജകത്വം എല്ലാ കഥാപാത്രങ്ങളും അനുഭവിക്കുന്നത് ഏതാണ്ട് ഒരേ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമുക്ക് തോന്നിപ്പോകും. കാരണം അവരൊന്നും പെട്ടെന്നൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്ക് എത്തിയിട്ടില്ല. ഒരാളുടെ അണ്ടറിൽ തന്നെ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ, ഒരു അടിമത്തം, പറയാതെ പറയുന്ന ഒരു അടിമത്തത്തിൻ്റെ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ മുട്ടാറ്റിൽ ജോൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും അടിമകളാക്കി നിർത്തിയിരിക്കുകയാണ്. അയാളുടെ ബലം എന്ന് പറയുന്നത് ആ ചട്ടമ്പിയാണെങ്കിലും ആ ചട്ടമ്പി ഇല്ലാതായി കഴിഞ്ഞാൽ അയാൾ നല്ലവനാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീ സിസിലി, ജോണിൻ്റെ ഭാര്യ. അപ്പോൾ ഒരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ നമ്മുടെ അത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരാളെ കൊല്ലിക്കാൻ തയ്യാറാകുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഇംപ്രവൈസേഷനൊക്കെ നമ്മൾ ഈ സിനിമയിൽ കാണുന്നുണ്ട്. അതൊക്കെ വളരെ ഒരു വ്യത്യസ്തത നിറഞ്ഞ രീതിയായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ഇതിൽ കറിയ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ബെന്തിക്കോസ് സമുദായത്തിൽപ്പെട്ട ഒരു ആളാണ്. പക്ഷേ അവരുടെ ആ ഒരു സമുദായത്തിൻ്റേതായിട്ടുള്ള ചട്ടങ്ങളിലൊന്നും അയാൾ നിൽക്കാൻ തയ്യാറാകുന്നില്ല. ചെറുപ്പത്തിൽ അച്ഛനെ തല്ലിയാണ് താൻ തുടങ്ങിയത് എന്നൊക്കെ ഭയങ്കര വീരകൃത്യം ചെയ്ത പോലെയാണ് അയാൾ പറയുന്നത്. പക്ഷേ ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മരിച്ചു കിടക്കുന്ന കറിയെ കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഫോർമേഷൻ ഇങ്ങനെ ഭയങ്കര ലൈനായിട്ട് ഇങ്ങനെ കാണിച്ചേക്കുന്നത്, അതായത് ഓരോരുത്തർ പറയുന്ന രീതിയിലാണ് കാണിച്ചേക്കുന്നത്. ഇപ്പോൾ കറിയെ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും നല്ലവനായിരുന്നു, ഉള്ളിൽ നല്ലവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഉള്ളിൽ എവിടേക്കോ നന്മയുള്ള, പുറമേ അങ്ങനെ ആയി പോകേണ്ടി വന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞാൽ കറിയ. അപ്പോൾ ഈ കറിയയ്ക്ക് ഒരു ദിവസം എന്നല്ല, അയാൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നതാണ്, ഇങ്ങനെ പോരാ, അയാൾക്കിനി നന്നായിട്ട് ജീവിക്കണം, ഒരാളുടെ കീഴിൽ കഴിയേണ്ട കാര്യമില്ല എന്ന് താൻ സ്വയം തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സ്വയം തീരുമാനം എടുക്കുമ്പോൾ അയാൾക്ക് അവിടെ വെച്ചൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാകുന്നുണ്ട്. മുനിയാണ്ടി എന്ന് പറയുന്ന ഒരു കുടിയേറ്റക്കാരനായ തമിഴ്ക്കാരനുമായിട്ട് ഇയാൾ സൗഹൃദത്തിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൗഹൃദം കണ്ടിട്ട് ബേബി പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇവരോടൊക്കെ കൂട്ടുകൂടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരെ ഒന്നും നൻപാൻ കൊള്ളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സിസിലി പോയി കൊട്ടേഷൻ കൊടുക്കുന്നതും ഈ മുനിയാണ്ടിക്ക് തന്നെയാണ്. കറിയയും മുനിയാണ്ടിയും തമ്മിലുള്ള ആ ഒരു സൗഹൃദ ബന്ധം, തനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യാൻ ഇയാളെ കൊണ്ടേ കഴിയുള്ളൂ എന്ന് കറിയ ആലോചിക്കുന്നത് കൊണ്ടാവാം ശരിക്കും മുനിയാണ്ടിയോടുള്ള ഒരു സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും. പക്ഷേ അവിടെ നിന്നും തനിക്കൊരു ചതിയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ സിസിലി പോയിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നത് ഈ മുനിയാണ്ടിയുടെ അടുത്താണ്. എങ്ങനെയെങ്കിലും കറിയ ഇനി ഉണ്ടാവരുത് എന്ന് തീർത്തും കൽപ്പിച്ചാണ് സിസിലി മുന്നോട്ട് പോകുന്നത്. കാരണം ജോണിനെ വകവരുത്താൻ ശ്രമിക്കുന്നത് കറിയയാണ്. ജോൺ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ജോൺ ഇല്ലാതായാൽ കറിയ നന്നാവും എന്നുള്ള ഒരു തെറ്റായ ചിന്തയാണ് ശരിക്കും പറഞ്ഞാൽ കറിയെ ഇതിലേക്ക് മരണത്തിലേക്ക് നയിക്കുന്നത് പോലും. തൻ്റെ ഭർത്താവ് ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രയാസം, അത്രയും കാലം ഇപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ അവിഹിത ബന്ധം അതായത് സിസിലി പോയിട്ട് അവളുടെ അമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കൊതിച്ചു നേടിയ ഒരു ജീവിതമാണിത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോണിനെ പോലൊരാളുടെ ഭാര്യ ആയിരിക്കുക എന്നുള്ളതാണ് സിസിലിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം. സിസിലി അതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്.
അപ്പോൾ ഈ ഒരു അവിഹിത ബന്ധം ഇല്ലാതാവാനൊക്കെ ശ്രമിക്കുന്നു. ജോണിന് ഇതിനിടയ്ക്ക് കറിയുമായിട്ടുള്ള ആ ഒരു സംഘർഷത്തിൽ ജോണിൻ്റെ കാലിന് കുത്തേൽക്കുന്നു. അങ്ങനെ കുറച്ച് നാൾ അയാൾ വിശ്രമ ജീവിതത്തിലൊക്കെയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ജോണ് ശരിക്കും രാജിയെ കാണാൻ വരുന്നു. രാജിയുടെ അടുത്ത് വരുമ്പോഴത്തേക്കും രാജി അങ്ങോട്ടായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, കൂടക്കടപ്പിൻ്റെയും കുടിയടപ്പിൻ്റെയും ഒന്നും അവകാശം ചോദിച്ച് ഞാൻ കയറി വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെയും ഒരു അടിമത്തത്തിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത്. എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട, എനിക്ക് ഉള്ളതൊക്കെ കൊണ്ട് ഞാൻ ജീവിച്ചോളാം എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ കഥാപാത്രത്തെ നമ്മളവിടെ കാണുന്നുണ്ട്. ഈ രാജി എന്ന കഥാപാത്രവും ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഇല്ലാതായിപ്പോയ ഒരു ആളായിരുന്നു. അപ്പോൾ ഈ രാജിയും അവിടെ തൻ്റേതായിട്ടുള്ളൊരു സ്ത്രീത്വം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സിനിമ ഒരു 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മുടെ മുന്നിലോട്ട് കാണിക്കുന്നത്, കറിയ എന്ന കഥാപാത്രത്തെ വെച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൽ എഴുതി കാണിക്കുന്നത്. മരണത്തിന് 6 മാസം മുൻപ്, മരണത്തിന് 3 മാസം മുൻപ്, മരണത്തിന് 18 ദിവസം മുൻപ്, ഇങ്ങനെയൊക്കെ എഴുതി കാണിച്ചിട്ടാണ് കറിയ എന്ന ഒരു ആളുടെ ക്യാരക്ടർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 18 ദിവസം മുൻപ് അയാൾ ഒരാൾക്കിട്ടൊരു അടി കൊടുക്കുന്നുണ്ട്. അത് ഈ കൈനോട്ടക്കാരനായിട്ടുള്ള ഒരാൾ അവിടെ നിന്ന് അവരുടെ ആ ഒരു കവലയിൽ വന്നിരുന്ന് കൈ നോക്കുകയാണ്. അപ്പം ഇയാളുടെ കൈ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ എന്ന് കറിയ ഇങ്ങനെ നീട്ടുമ്പോഴത്തേക്കും സമയം ശരിയല്ല, അതുപോലെ എന്താണ് മരണം കാത്തിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രവചനം പോലെ പറയുന്നു. കറിയ അയാൾക്കിട്ട് ഒരു അടി കൊടുത്തിട്ട് പറയാണ്, താൻ തൻ്റെ സമയം നോക്കിയായിരുന്നു എന്ന്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആ ചട്ടമ്പിയുടേതായിട്ടുള്ളൊരു സ്വഭാവം അവിടെ കാണിക്കുകയാണ്. പിന്നീട് ഒരു 18 ദിവസങ്ങൾക്ക് ശേഷം ഇയാൾ മരിക്കുകയാണ്. സ്വന്തം ഐഡൻറ്റിറ്റിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്ന കറിയയ്ക്ക് അത് സാധിക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും ഒരു ചട്ടമ്പിയുടെ മരണം മറ്റൊരാളുടെ കയ്യാലായിരിക്കും എന്നൊക്കെ പണ്ടുള്ള ആൾക്കാരൊരു മിത്ത് പോലെ പറയാറുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ, ആ ഒരു മോഡിലാണ് ഈ ഒരു സിനിമ മറ്റൊരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ ചിത്ര സംയോജനം നിർവഹിച്ചിരിക്കുന്നത് ജോയൽ കവി എന്നൊരാളാണ്. ഇതിനകത്ത് തുടക്കം തൊട്ടേ നമുക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഈ മരിച്ചു കിടക്കുന്ന ആളുടെ കാലേ വന്ന് ഈച്ച പിടിച്ചിരിക്കുന്നു, അതുപോലെ ചോര തളം കെട്ടി കിടക്കുന്നു, ഇതൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റിയാണ് ഇതിനുള്ളത്. അപ്പോൾ ഒരു ഗുണ്ട മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചട്ടമ്പി മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പൊതിഞ്ഞ് കെട്ടും എന്നൊക്കെ ഉള്ള ആ ഒരു രീതി ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ആയിരുന്നിരിക്കാം, പക്ഷേ ഭയങ്കര റഫായിട്ടുള്ളൊരു രീതിയിലാണ് ഇതിനകത്ത് നമ്മൾ കാണാൻ സാധിക്കുക. അപ്പോൾ ഒരു 90കളും 95കൾക്കും ഇടയിലുള്ള ഒരു കാലഘട്ടത്തെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ സിനിമയിൽ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഏതാണ്ടൊരു 80കൾക്കും 90കൾക്കും ഇടയിലുള്ള ഒരു ഫാഷൻ രീതികളുണ്ട്. അന്നത്തെ സ്ത്രീകൾ ധരിച്ചിരുന്ന ചുരിദാറിനൊക്കെ ചെറിയ ചില ഫാഷൻ മോഡുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന കുടയ്ക്കൊക്കെ കുറച്ച് നീളമുള്ള കുട, അപ്പോൾ ഈ കുട കയ്യിൽ കൊണ്ടു നടക്കുന്നതൊക്കെ ഭയങ്കര ഒരു ഭംഗിയുടെ ഭാഗമായിരുന്നു. ഇതിൽ സിസിലി എന്ന കഥാപാത്രം, അതുപോലെ ജോണിൻ്റെ കഥാപാത്രം, ഇവരൊക്കെ ധരിക്കുന്ന വസ്ത്രരീതികൾ അന്നത്തെ കുറച്ചുകൂടെ പണമുള്ള ആളുകൾ ധരിച്ചിരുന്ന പഫുള്ള കൈയുള്ള ചുരിദാർ, അതുപോലത്തെ അവരുടെ മാല, അതുപോലെ അവർ ധരിച്ചിരുന്ന സിസിലി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ എടുത്താൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഇതിലവർ ഉപയോഗിച്ചിരിക്കുന്ന സാരി, പിന്നെ രാജി എന്ന കഥാപാത്രത്തിലേക്ക് വരുമ്പം അവളും അന്ന് ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ്, അതൊക്കെ അവരെ ഭയങ്കര വ്യത്യസ്തമായിരുന്നു. ഈ ഒരു സിനിമയുടെ വസ്ത്രാലങ്കാരം നിർവഹിച്ചിരിക്കുന്നത് മഷർ ഹംസ എന്ന് പറഞ്ഞ ഒരു ആളാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാലഘട്ടത്തിൽ ആളുകൾ ധരിച്ചിരുന്ന വസ്ത്രരീതി ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഡാ തടിയ എന്ന സിനിമയിലൂടെ നമുക്ക് സുപരിചിതനായിട്ടുള്ള ശേഖർ മേനോനാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ഇതിലെ പാട്ട് പാടിയിരിക്കുന്നത് ശ്രീനാഥ് ഭാസി തന്നെയാണ്. ശ്രീനാഥ് ഭാസി എന്ന അഭിനേതാവിനെയും ഗായകനെയും നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിച്ചു. അത് മറ്റൊരു പ്രത്യേകത കൂടിയായിരുന്നു എന്ന് വേണേൽ പറയാം. കാരണം പാട്ട് പാടി അഭിനയിക്കുന്ന നടൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ശ്രീനാഥ് ഭാസിയും ഉൾപ്പെട്ടു എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തതയായിരുന്നു. അഭിലാഷ് എസ് കുമാർ എന്ന ഡയറക്ടറിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഈ ചട്ടമ്പി എന്ന സിനിമ. അതിനു മുമ്പ് അദ്ദേഹം പല അസോസിയേറ്റ് ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ആഷിഖ് അബു എന്ന സംവിധായകൻ്റെ കീഴിലായിരുന്നു അദ്ദേഹം പല സിനിമകളും ചെയ്തിരുന്നത്. ഈ സിനിമയിൽ ഒരു സമൂഹത്തിൻ്റെ അരോചക അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു അരോചക അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ ഉള്ളിൽ അടങ്ങി കിടക്കുന്ന പല ആഗ്രഹങ്ങളുണ്ട്. അതൊന്നും പുറത്തേക്ക് വരാൻ, അല്ലെങ്കിൽ അത് എങ്ങനെ അത് ജീവിതത്തിൽ അത് നിവർത്തിക്കാതെ വരുമ്പോൾ അവരുടെ സംഭാഷണങ്ങളിലൊക്കെ അത് പ്രകടമാകാറുണ്ട്.
അത് പലപ്പോഴും ഈ തെറി വാക്കുകളായിട്ടാണ് പുറത്തേക്ക് വരിക. അത്തരം രീതിയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് എക്സിക്യൂട്ട് ചെയ്തേക്കാണ് ഈ സിനിമയിൽ. അപ്പോൾ ഇതിൽ ശ്രീനാഥ് ഭാസിയുടെ ആ ഒരു കഥാപാത്രം സംസാരിക്കുമ്പോഴൊക്കെ പല രീതിയിലും തെറി പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അതുപോലെ മറ്റ് എല്ലാവരും തന്നെ അങ്ങനെയുള്ളൊരു അടഞ്ഞു കിടക്കുന്ന ഒരു സമൂഹത്തെ അഭിലാഷ് എസ് കുമാർ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ പ്ലോട്ടിനെ എടുത്ത് വലിയൊരു ക്യാൻവാസിലേക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് അഭിലാഷ് എസ് കുമാർ എന്ന സംവിധായകൻ. അപ്പോൾ ഒരു കാലഘട്ടത്തിലെ ആളുകൾ എങ്ങനെയായിരുന്നു, അതുപോലെ ഇത്രയും കാലം നമ്മുടെ ഇടയിലൊന്നും ഇല്ലായിരുന്നൊരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ വേറിട്ട കാഴ്ചകളൊക്കെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടും മലയാള സിനിമയിൽ ഒരു ചെറിയ വ്യത്യാസമൊക്കെ കാണിക്കുന്ന പല സിനിമകളുണ്ട്. അതുപോലെ ഇടുക്കി ജേണറിൽ വന്ന ഒരുപാട് സിനിമകളുണ്ട്. ഈ ഇടുക്കി ജേണറിൽ വന്ന സിനിമകളിൽ കുറച്ചുകൂടെ ഒരു ഡിഫറൻസ് കാണിക്കുന്ന സിനിമയാണ് ഈ ചട്ടമ്പി എന്ന സിനിമ. അതുകൊണ്ട് തന്നെ നമുക്കൊരു റെഫറൻസ് ടൈപ്പ് ഓഫ് മൂവി ആയിട്ടും, അതുപോലെ ഒരു കാലഘട്ടത്തെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതായിട്ടും, അതുപോലെ ചട്ടമ്പി എന്ന് പറയുന്ന ആ ഒരു ശീലം അല്ലെങ്കിൽ അന്നത്തെ ഒരു കാലത്തെ ചട്ടമ്പിത്തരം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഓവറാക്കാതെ കാണിച്ചു തന്ന സിനിമയാണ് ചട്ടമ്പി. അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച സിനിമയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.